അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ സഫർ മാസത്തിൻ്റെ 13ാമത്തെ രാവാണ് ഇന്നിപ്പോൾ 13ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 13ാമത്തെ പകലാണ്. മാത്രമല്ല സഫർ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണെന്ന്. നാളെ 2ാമത്തെ വെള്ളിയാഴ്ച പകൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ നല്ല നല്ല സ്വതക്കകൾ അല്ലെ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ചു സ്വീകരിക്കട്ടെ. വെള്ളിയാഴ്ച രാവാണല്ലോ, അപ്പോൾ ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടൊക്കെ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വൽ 12-ന് 1 കോടി അല്ലെങ്കിൽ 10 കോടി സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു സദസ്സുകളൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ നടക്കുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, സഹോദരന്മാർ കൂടി, അല്ലെങ്കിൽ ഉംറക്ക് പോയ ആളുകൾ, ഒന്നിച്ച് പഠിച്ച ബാച്ചിലെ ആളുകൾ, അങ്ങനെ അൽഹംദുലില്ലാഹ് പല ആളുകളും ഒരുമിച്ചൊക്കെ കൂടി ഇങ്ങനെ സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ സ്വലാത്തും സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നൊരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങാം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കണേ. കാരണം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുത്തായ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഇതാ വരാൻ ഒരുങ്ങുകയാണ്. അപ്പം അതിനു മുമ്പേ സ്വലാത്ത് അധികരിപ്പിച്ച് ആ മാസത്തെ സ്വീകരിക്കണം. പറഞ്ഞോ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ
ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, വീടുപണി എളുപ്പത്തിലാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹം ശരിയാവാൻ, നല്ലൊരു വരനെ കിട്ടാൻ, നല്ലൊരു വധുവിനെ കിട്ടാൻ, നല്ലൊരു വാഹനം കിട്ടാൻ, അല്ലെ നല്ലൊരു ജോലി കിട്ടാൻ ഒക്കെ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹുവേ സഫലീകരിച്ച് തരണേ എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അടുത്തതായി പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, നല്ല ആത്മാർത്ഥതയോടുകൂടി പറയും. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് തിബ്ബു സ്വലാത്താണ്. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണ് ഈ സ്വലാത്ത്. അതായത് ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ പല അസുഖങ്ങളും ഈ തിബ്ബു സ്വലാത്തിലൂടെ, ഇതൊരു ആത്മീയമായ മരുന്നാണ്, അതുകൊണ്ട് ഈ ഒരു സ്വലാത്തിലൂടെ ശിഫയായ ഒരുപാട് രോഗികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയ വാർത്തകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് ഈ ചൊല്ലുമ്പോൾ പടച്ചവനെ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ശിഫ തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സ്വലാത്ത് ചൊല്ലാം.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് ഇസ്മുകൾ. അതെന്താണ്? കേൾവിയുള്ളവനെ, കേൾക്കുന്നവനെ, കാഴ്ചയുള്ളവനെ, കാണുന്നവനെ എന്നൊക്കെ ഏകദേശം അർത്ഥം വരുന്ന രണ്ട് ഇസ്മുകൾ. ഈ ഇസ്മുകൾ പരമാവധി നമ്മൾ അധികരിപ്പിച്ചിട്ട് നമ്മുടെ ഈ രണ്ട് തള്ളവിരലുണ്ടല്ലോ, ഈ തള്ളവിരലിൽ നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ചിട്ട് നമ്മുടെ കണ്ണിലും ചെവിയിലും തടവൽ നല്ലതാണ്. നമുക്ക് കാഴ്ച ശക്തി ഉണ്ടാവാൻ, കേൾവി ശക്തി ഉണ്ടാവാനൊക്കെ നല്ല രണ്ട് ഇസ്മുകളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ ആ രണ്ട് ഇസ്മുകൾ നമുക്കൊന്ന് പറയാം. يا بصير يا سميع يا رب يا الله يا سميع يا بصير 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 يا رب يا
الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله يا سميع يا بصير يا رب يا الله. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നു അല്ലേ? ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ രോഗങ്ങൾ മാറാനും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾ മാറാനും നമുക്ക് ദുആ ചെയ്യാം. എങ്ങനെയാ ദുആ ചെയ്യേണ്ടത്? ഈ ദുആ എപ്പോഴും പഠിച്ചു വെക്കണം. നിങ്ങളുടെയൊക്കെ സ്വകാര്യമായ ദുആകളിലൊക്കെ ഈ ഒരു ദുആ നിങ്ങൾ പറയാൻ മറന്നു പോകണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ നൗസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ നൗസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ നൗസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ നൗസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ നൗസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا
بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. പരിപാവനമായ സഫർ മാസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു. അൽഹംദുലില്ലാ അല്ലേ. സഫർ മാസത്തിന്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സഫർ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാത്രമല്ല, എല്ലാ മാസത്തിലും നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും രാവിലെയും വൈകിട്ടും എന്തായാലും നമ്മൾ ഒരു നിർബന്ധ ബുദ്ധിയാ ചൊല്ലിയിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഒരു കാവലിൻ്റെ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ദുആയാണ്. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ഒരു പുണ്യമായ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇന്നത്തെ ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കട്ടെ. ഓരോ ദിക്റിനും സ്വലാത്തിനും ഒക്കെ ഉള്ള ഓരോ അല്ലാഹുവിന്റെ ഇസ്മും പറയുമ്പോഴുള്ള വ്യത്യസ്തമായ ഗുണങ്ങൾ അതെല്ലാം അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. أرحم الراحمين يا കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ ദിക്ർ, ഔറാദുകൾ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പറഞ്ഞതിലും ഓതിയതിലും ഒരുപാട് കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുമൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ സദസ്സിലുള്ള വാപ്പമാരെ കബൂലാക്കണേ അല്ലാ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന അല്ലാഹുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, അവർക്ക് നീ എല്ലാവിധത്തുള്ള ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ സഫർ മാസത്തിലാണുള്ളത്, സഫർ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. നിനക്ക് തൃപ്തിപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസുകൾക്ക് താഴെ നിരവധി അനവധി ഉമ്മമാരും ഉപ്പമാരും ദുആ വസിയത്ത് പറയുന്നവരാണ്, എഴുതുന്നവരാണ്, അതുപോലെ തന്നെ നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നോമ്പുകാരായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഖൈറായ മരണം തരണേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ദുനിയാവിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്നെ ത്വാഅത്തിലായി നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസം വരെ അല്ലാഹുവേ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നോമ്പ് പിടിക്കാൻ ഒരുപാട് സുന്നത്തും ഫർദുമായ നോമ്പുകൾ പിടിക്കാൻ അനുഷ്ഠിക്കാൻ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി തയ്യാറാകുന്ന ഉമ്മമാരുപ്പമാര്, അവർക്ക് നീ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ഉംറക്ക് പോവാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനാമിൽ ഞങ്ങളുടെ നേതാവ് കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസ പ്രശ്നങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിനും നീ അഭിവൃദ്ധി തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. വഴക്കുകളെ തൊട്ട്, ഛിദ്രതകളെ തൊട്ട്, അല്ലാഹുവേ പിണക്കങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ എല്ലാവിധത്തിലുള്ള ഷർറ്, ബല, മുസീബത്ത്, ആപത്ത്, കണ്ണേർ, സിഹ്റിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ എല്ലാ ഇടപെടലുകൾ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജോലി, അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളുടെ വിവാഹ ജീവിതങ്ങൾ എല്ലാത്തിനും നീ ഖൈറും സമാധാനവും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ പനി പടർന്നു പിടിക്കുന്ന സമയമാണ് റബ്ബേ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അല്ലാഹുവേ നീ കാവൽ തരണേ അല്ലാ. ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളെ പാവപ്പെട്ട സഹോദരന്മാര് പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഉപരോധത്തിലാണ് റബ്ബേ. അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ, വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഞങ്ങളുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ പ്രതിസന്ധിയിലാണ്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ചു കളയണേ റബ്ബേ. ഇസ്ലാമിനെ അല്ലാഹുവേ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൽ നീ ഖബൂലാക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാ. റബ്ബേ, പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഖൈറായ സമയത്ത് നീ ഖൈറായതുപോലെ തരണേ അല്ലാ. എല്ലാ ശർറ്, ബലാ, മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഇതുപോലുള്ള മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. മറ്റുള്ളവർക്ക് ഈ മജ്ലിസിന്റെ ലിങ്കുകളൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരു ലൈക്ക് കൊടുത്തെങ്കിലും നിങ്ങൾ ഈ മജ്ലിസിന്റെ ഭാഗവാക്കാണ് എന്ന് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആവസിയത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.